கர்த்தர் உன்னை வாலாக்காமல் தலையாக்குவார், நீ கீழாகாமல் மேலாவாய். உபாகமம் 28:14. And the Lord shall make thee the head and not the tail. Deuteronomy 28:13. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் God Goes மினிஸ்ட்ரி சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே 2024 ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம், நிச்சயம் ஆசீர்வாதங்களை பெறுவோம். கடந்த நாட்களில் நாம் கண்ட எல்லா துயரமான சூழ்நிலைகளிலிருந்து கர்த்தர் நம்மை விடுவித்து இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். கடந்த ஆண்டிலே நம்மோடு கூட இருந்தவர்கள் அநேக பரிசுத்தவான்கள் கர்த்தருடைய இளைப்பாறுதலுக்குள் பிரவேசித்திருக்கிறார்கள். ஆகிலும் நம்மை கொண்டு தமது திட்டங்களை நிறைவேற்றும்படியாக தேவன் நம் ஒவ்வொருவரையும் ஜீவனோடு பாதுகாத்து இந்த புதிய ஆண்டிற்குள் பிரவேசிக்க செய்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് പരമാർത്ഥ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ മീഡിയയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബഹുമാനായ തോമസ് ആർ അവറുകൾക്കും മറ്റ് പ്രവർത്തകർക്കും യേശുക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മളെ അതിശയകരമായി പരിപാലിച്ച വിധങ്ങൾക്കായി നന്ദി അർപ്പിക്കാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് നൽകുന്നല്ലോ. അതിൽ ഞാനും ദൈവത്തിൽ സന്തോഷിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിമോഥെയോസിന് എഴുതിയ ആ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം. ആ വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ലോകത്തിൽ ഭൂരിപക്ഷം ജനവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും പാടുകയും യാഗങ്ങളും യോഗങ്ങളും ഒക്കെ നടത്തി വരുന്ന ഒരു കാലമാണ് ഈ കാലം. എന്നാൽ അതിൽ ചുരുക്കമായ ചിലർ മാത്രം ദൈവമില്ലെന്നും ഞങ്ങൾ നിരീശ്വരവാദികളാണെന്നും ഒക്കെ പ്രസ്താവിച്ച് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി
ദൈവത്തെ ആരാധിക്കുന്ന ജനകോടികൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ദൈവബോധമില്ല എന്ന് പറയുവാൻ ശക്തമായി പ്രേരിപ്പിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ ദൈവം ഉണ്ടെന്ന്, ദൈവം ജീവിക്കുന്നവനാണെന്നും ഇന്നും പ്രവർത്തിക്കുന്നവനാണെന്നും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെന്നുണ്ട്. ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരാഗ്രഹം ഇന്ന് പല മനുഷ്യർക്കുമുണ്ട്. എന്താണ് ദൈവം? ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? ദൈവം എങ്ങനെ പ്രവർത്തിക്കും? ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നുണ്ട്. ദൈവം പ്രവർത്തിക്കണമെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നെ സംരക്ഷിക്കണമെന്നും എൻ്റെ ഏത് വിഷയത്തിലും പരിഹാരം തരണമെന്നും ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. ഇതിലൂടെ വ്യത്യസ്തമായി പൗലോസ് പ്രഖ്യാപിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പലരെയും ദൈവമായി വിശ്വസിക്കുന്ന നമ്മുടെ സമൂഹം, പലതിനെയും ദൈവമായി ആരാധിക്കുന്ന ഇന്നത്തെ സമൂഹം, എന്തിനെ ആരാധിച്ചാലും സമ്പത്ത് നേടണം, അനുഗ്രഹം നേടണം എന്നാഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടം. ഇതിൻ്റെ എല്ലാം നടുവിൽ വ്യത്യസ്തമായി ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടരുണ്ട്. ആ ഗണത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം പറയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഇപ്പം ദൈവത്തെക്കുറിച്ചൊരു അറിവ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. എന്താണ് ദൈവം? ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ദൈവം എങ്ങനെ മനുഷ്യനോട് ഇടപെടുന്നു? ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയായിത്തീരണം? ദൈവമായിട്ടുള്ള ആത്മബന്ധം ഇപ്പോഴെങ്ങനെയാണ് എന്നൊക്കെ ശോധന ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു വാഞ്ച ഈ 2024 ഉണ്ടാകട്ടെ എന്ന് ആരംഭത്തിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഒരു ഉറപ്പ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. ഞാൻ വിശ്വസിച്ച ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. സകലത്തിൻ്റെ സൃഷ്ടികാരണഭൂതനായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നമുക്ക് ഒരു ധൈര്യം ഉണ്ടാകട്ടെ. ആ ധൈര്യപ്രകാരം മുമ്പോട്ട് പോയാൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുന്ന മറിയയുടെ മുമ്പിൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കൊരു ശിശു ജനിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വിളംബരം ചെയ്ത അതേ വാചകങ്ങൾ കേട്ട് ധൈര്യം സംഭരിച്ച മറിയ, അവളെ വിശ്വസിച്ചു. എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന ആ ശിശു അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഒരു വിശ്വാസം അവൾക്കുണ്ടായി. ദൂതൻ പറഞ്ഞ വാക്കുകൾ ആഴത്തിൽ വിശ്വസിച്ചു. ഇതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ട്, പ്രവൃത്തി നമ്മൾ കണ്ട്, ആലോചന നമ്മൾ കേട്ട്, ദൈവവഴിയിൽ കൂടെ നടന്ന് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സംശയിക്കണ്ട. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ 2024 നമുക്കൊന്നുകൂടെ ദൈവത്തിൽ വിശ്വസിക്കാം, ഒന്നുകൂടെ ദൈവത്തിൽ ആശ്രയിക്കാം, ഒന്നുകൂടെ ദൈവത്തിൽ ഉറയ്ക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദിവസങ്ങളിൽ ആത്മാർത്ഥമായൊരറിവുള്ളവരായി നമുക്ക് മുന്നേറാൻ ദൈവം കൃപ നൽകട്ടെ. അങ്ങനെ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ മുന്നേറിയാൽ ദൈവം വെച്ചിരിക്കുന്ന സമസ്ത അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് പറയാം: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു.
അറിവില്ലാതെ ആരാധിക്കുകയല്ല നമ്മൾ, അറിവില്ലാതെ ജൽപ്പനം ചെയ്യുകയല്ല നമ്മൾ, അറിവില്ലാതെ പാട്ട് പാടുകയല്ല നമ്മൾ, അറിവില്ലാതെ ഉപവസിക്കുകയല്ല നമ്മൾ. വിശ്വാസത്തിൽ ഉറച്ച് എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. സമസ്ത വിഷയങ്ങളുടെ മേലും ഭാരത്തിന് നടുവിൽ, ദുഃഖത്തിന് നടുവിൽ എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ ഏത് വിഷയത്തെ അതിജീവിക്കാനുള്ള ഒരാത്മാവിൻ്റെ ശക്തി ആ ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതാണ്. ഒരു ഒരുക്കമുള്ള ആത്മാവിനെ നൽകി നമ്മളെ ശക്തീകരിച്ച് മുന്നേറ്റുവാൻ കഴിവുള്ള ആ ദൈവം നമ്മോട് കൂടെ ഇന്നുമുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ നമുക്ക് മുന്നേറാം. ബൈബിളിൻ്റെ പ്രഖ്യാപനം മറ്റൊരു ഭാഗം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ കാത്തിരിക്കുന്നൊരു ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഏത് വിഷയത്തെയും അതിജീവിക്കാൻ പറ്റിയ, ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവവിശ്വാസികളെന്ന് പറയുന്നവരാണ്. അതിൽ പ്രത്യേകിച്ച് പെന്തിക്കോസുകാരെന്ന് പറയുന്നവരാണ്, യേശുവിനെ ആരാധിക്കുന്നതെന്ന് പറയുന്നവരാണ്. ഏത് വിഷയത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. ആ ശക്തിയിൽ നമുക്ക് മുന്നേറാം. പ്രശ്നം കണ്ട് ഭാരപ്പെടേണ്ട, അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു ദൈവശക്തി നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കാക്കയെന്ന് പറയുന്ന പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, പരുന്ത് എന്ന് പറയുന്ന പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരുന്തിനെ ആക്രമിക്കുന്ന ഒരേ ഒരു പക്ഷി എൻ്റെ ചിന്തയിൽ, എൻ്റെ പഠനത്തിൽ, പരുന്തിനെ ആക്രമിക്കുന്ന ഒരു പക്ഷി കാക്കകളാണ്. കാക്കകൾ പരുന്തിനെ ആക്രമിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ പരുന്ത് തിരിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഭാഗം. അങ്ങനെ കാക്കകൾ കൂട്ടമായി പരുന്തിനെ ആക്രമിക്കുമ്പോൾ പരുന്ത് തിരിഞ്ഞ് കൂട്ടമായി കാക്കകളെ ആക്രമിക്കാറില്ല. പക്ഷേ പരുന്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പരുന്ത് ഉയരത്തിലേക്ക് പറന്ന് പോകും. ഉയരത്തിലേക്ക് പറന്ന് പോകുമ്പോൾ കാക്കകളെല്ലാം പിന്തിരിഞ്ഞ് താഴോട്ട് പറന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കാക്കകൾക്ക് നല്ല ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിന് മുകളിൽ പരുന്ത് പറന്ന് കയറും. കാക്കകൾക്ക് നല്ല വായു കിട്ടുകയില്ല. കാക്കകൾ തിരിച്ച് പറക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം, എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, നമ്മൾ ഉയരത്തിലേക്ക് പറന്നുയർന്നാൽ, ആത്മീയത്തിൽ ഉയർന്നാൽ ദൈവം നമ്മളെ മാനിക്കും. നമ്മളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞ് മാറിപ്പോകുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രഖ്യാപിച്ച് പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന്. ദിവസങ്ങൾ ഉറച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മൾ കണ്ടിരിക്കുന്ന ദർശനം, ആ ദർശനത്തിൽ ഉറച്ചു നിന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് മുന്നേറാം. ഏതൊക്കെ വിഷയത്തിലാണ് താങ്കൾ ദർശനം കണ്ടിരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് താങ്കൾ വിശ്വസിച്ച് ആശ്രയിച്ചിരിക്കുന്നത്? ആ വിഷയത്തിൽ ഒരു ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്. ആ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായി, ആത്മധൈര്യമുള്ളവരായി നിൽക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുപ്രസംഗത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഗീതമാ എന്നേശുനാഥനേ
എന്നേശുനാഥനേ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ പ്രേമഗീതമാ
വലിയതാണെനിക്ക്